സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഹരികൃഷ്ണൻ ചേരിയാണ്. ഹരി, ഈ സമയത്തൊക്കെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നല്ല പെയ്ത്താണ്. അത് തുടരുമെന്നാണല്ലേ? ഹാഷ്മി, സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിലും പറയുന്നത്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതായത് കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരും. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരും തീരദേശവാസികളും ഈ വിനോദത്തിനായി കടലിൽ ഇറങ്ങുന്നവരുമൊക്കെ സൂക്ഷിക്കണമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായിട്ടും നിൽക്കുന്ന ഒരു മുന്നറിയിപ്പ്. ഏതായാലും സംസ്ഥാനത്താകെ പരക്കെ മഴ പെയ്യുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും നഗരപ്രദേശങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പുതിയ മുന്നറിയിപ്പിലും പറയുന്നത്. ഹാഷ്മി. ഓക്കെ, ഹരീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അലർട്ടില്ലെങ്കിലും തിരുവനന്തപുരത്ത് നല്ല മഴയാണ് എന്ന് ചില പ്രേക്ഷകർ പറയുന്നുണ്ട് കേട്ടോ.